നമസ്കാരം. ഇന്നലെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഒരു തീപ്പൊരി മത്സരം തന്നെയായിരുന്നു. തീപ്പൊരി ഇന്നിംഗ്സുമായി രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് പടനയിച്ചപ്പോൾ T20 ലോകകപ്പിന്റെ സൂപ്പർ 8 സൂപ്പർ പോരിൽ ഓസ്ട്രേലിയയുടെ കഥ കഴിക്കുകയായിരുന്നു ടീം ഇന്ത്യ. റൺ മഴ കണ്ട ത്രില്ലിംഗ് മാച്ചിൽ 24 റൺസിന്റെ വിജയമാണ് ടീം ഇന്ത്യ ആഘോഷിച്ചത്. ഇതോടെ ഗ്രൂപ്പ് 1 ചാമ്പ്യന്മാരായി ഇന്ത്യ സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടാണ് ഇനി ഇന്ത്യയുടെ എതിരാളികൾ. ഇന്നലെ തോറ്റിട്ടുണ്ടായിരുന്നെങ്കിലും ഓസീസ് പുറത്തായിട്ടില്ലായിരുന്നു. അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള അടുത്ത കളിയുടെ ബലത്തെ ആശ്രയിച്ചായിരുന്നു ഓസ്ട്രേലിയയുടെ സാധ്യത. അഫ്ഗാൻ ജയിച്ചാൽ ഓസീസ് പുറത്താവും, ബംഗ്ലാദേശാണ് ജയിക്കുന്നതെങ്കിൽ ഓസ്ട്രേലിയക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു. എന്നാൽ രാവിലത്തെ കളി കഴിഞ്ഞപ്പോൾ തന്നെ ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയായിരുന്നു. രണ്ടാം സ്ഥാനക്കാരായി അഫ്ഗാൻ സെമിയിൽ കടക്കുകയും ചെയ്തു. 206 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ഓസീസിന് ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്നത്. ട്രാവിസ് ഹെഡ് 76 റൺസ് അടിച്ചെങ്കിലും ഓസീസിന് 7 വിക്കറ്റിന് 181 റൺസ് എടുക്കാനേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 43 ബോളുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 9 ഫോറും 4 സിക്സറും ഉൾപ്പെടുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് 37 റൺസ്, ഗ്ലെൻ മാക്സ്വെൽ 20 റൺസ്, ടിം ഡേവിഡ് 15 റൺസ്, പാറ്റ് കമ്മിൻസ് 11 റൺസ് എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റുള്ളവർ. 3 വിക്കറ്റുകൾ എടുത്ത അർഷ്ദീപ് സിംഗ് ആണ് ഇന്ത്യൻ ബൗളർമാരിൽ മികച്ചെന്നത്. കുൽദീപ് യാദവ് 2 വിക്കറ്റുകൾ എടുത്തു. ടോസ് നഷ്ടമായ ശേഷം ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യയെ 5 വിക്കറ്റിന് 205 റൺസ് എന്ന കൂറ്റൻ ടോട്ടലിൽ എത്തിച്ചത് നായകൻ രോഹിത് ശർമ്മയുടെ ഇടിവെട്ട് ഇന്നിംഗ്സ് തന്നെയാണ്. കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണ് അദ്ദേഹം ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. വെറും 41 ബോളിൽ ഹിറ്റ്മാൻ വാരിക്കൂട്ടിയത് 92 റൺസാണ്. 8 കൂറ്റൻ സിക്സറുകളും 7 ഫോറുകളും. 16 ബോളിൽ 31 റൺസ് എടുത്ത സൂര്യകുമാർ യാദവാണ് ഇന്ത്യയുടെ മറ്റൊരു പ്രധാന സ്കോറർ. 16 ബോളിൽ 3 ഫോറും 2 സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. ശിവം ദൂബെ 22 ബോളിൽ 28, ഹാർദിക് പാണ്ഡ്യ 17 ബോളിൽ 27, ഋഷഭ് പന്ത് 14 ബോളിൽ 15 എന്നിവരാണ് ഭേദപ്പെട്ട പ്രകടനം നടത്തിയ മറ്റുള്ളവർ. വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി ഓപ്പണിംഗിൽ ദുരന്തമായി തീരുകയായിരുന്നു. 1 റൺസും നേടാൻ സാധിച്ചില്ല. നെട്ടലോടെയായിരുന്നു ഇന്ത്യയുടെ തുടക്കം തന്നെ. രണ്ടാം ഓവറിൽ തന്നെ കോഹ്ലിയെ ഇന്ത്യക്ക് നഷ്ടമാകുകയായിരുന്നു. ജോഷ് ഹേസൽവുഡിന്റെ ഷോർട്ട് ബോളിൽ വമ്പൻ ഷോട്ടിന് തുനിഞ്ഞ കോഹ്ലിയെ മിഡ് ഓൺ ഏരിയയിൽ ടിം ഡേവിഡ് മികച്ചൊരു റൺ ക്യാച്ചിങ്ങിലൂടെ മടക്കുകയായിരുന്നു. ഇന്ത്യൻ സ്കോർ ബോർഡിൽ അപ്പോൾ 6 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കണം. പക്ഷെ പ്രതിരോധത്തിലേക്ക് പോകുന്നതിന് പകരം കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം കളിച്ച രോഹിത് ഓസീസ് ബൗളർമാരെ കടന്നാക്രമിക്കുക തന്നെയായിരുന്നു. കോഹ്ലി മടങ്ങിയ അടുത്ത ഓവർ തന്നെ മിച്ചൽ സ്റ്റാർക്കിനെ രോഹിത് പഞ്ഞിക്കിട്ടു എന്ന് തന്നെ പറയണം. അദ്ദേഹം എറിഞ്ഞ 3-ാം ഓവറിൽ 29 റൺസാണ് രോഹിത് ശർമ്മ വാരിക്കൂട്ടിയത്. 4 സിക്സറും 1 ഫോറും ആയിരുന്നു അത്. തുടർന്നും ഓസീസ് ബൗളർമാർക്ക് മേൽ അദ്ദേഹം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. പാറ്റ് കമ്മിൻസിന് എറിഞ്ഞ 5-ാം ഓവറിൽ 15 റൺസാണ് ഇന്ത്യ നേടിയത്. ഈ ഓവറിൽ രോഹിത് 15 തികയ്ക്കുകയുണ്ടായി. 19 ബോളിൽ നിന്നായിരുന്നു 50. ഋഷഭ് പന്തിനെ ക്രീസിന്റെ മറുഭാഗത്ത് കാഴ്ചക്കാരനാക്കി നിർത്തിയായിരുന്നു രോഹിത്തിന്റെ കടന്നാക്രമണം. 2-ാം വിക്കറ്റിൽ ഈ ജോഡി 87 റൺസിന്റെ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി. ഇതിൽ ഭൂരിഭാഗം റൺസും രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് തന്നെയായിരുന്നു. 8-ാം ഓവറിൽ ഋഷഭിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. 9-ാം ഓവറിൽ തന്നെ ടീം ടോട്ടൽ 100 കടന്നിട്ടുണ്ടായിരുന്നു. സെഞ്ചുറിയിലേക്ക് കുതിച്ച രോഹിത് 12-ാം ഓവറിലാണ് പുറത്തായത്. 92 നിൽക്കെ സ്റ്റാർക്കിന്റെ കിടിലൻ ഒരു യോർക്കറിൽ അദ്ദേഹം ബൗൾഡ് ആവുകയായിരുന്നു. 11 ഓവറിൽ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 127 റൺസ് ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ഓവറിൽ രോഹിത് മടങ്ങിയതോടെ ഇന്ത്യൻ സ്കോറിങ്ങിന് വേഗം കുറയുകയുണ്ടായി. അടുത്ത 9 ഓവറിൽ 78 റൺസ് മാത്രമേ ഇന്ത്യക്ക് നേടാൻ സാധിച്ചുള്ളൂ. അല്ലായിരുന്നെങ്കിൽ ടീം സ്കോർ 230 അല്ലെങ്കിൽ 240 റൺസ് എങ്കിലും ഇന്ത്യക്ക് നേടാമായിരുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.